നമസ്കാരം. നരേന്ദ്രമോദിയും അമിത്ഷായും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കാരുടെ ഉറക്കം നഷ്ടമാകുന്ന ഒരു പദ്ധതി. രാഷ്ട്രപതി ശബരിമലയിൽ വന്നത് നമുക്കറിയാം. രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും ശബരിമല ദർശനത്തിനെത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ വൈകാരികമായിട്ട് സ്വാധീനിക്കുന്ന ശബരിമല എന്ന് പറയപ്പെടുന്ന വിഷയം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നതാണ്. അതിനകത്ത് BJPക്ക് അനുകൂലമാക്കുക, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിഷയത്തെ, ഈ ശബരിമല വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു ഘടകമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ശബരിമല ദർശനത്തിനായിട്ട് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് മാർച്ച് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തും. ഈ അവസരത്തിൽ അയ്യപ്പ ദർശനത്തിനായിട്ട് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുമെന്നാണ് സൂചന. അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മാസപൂജാ വേളയിൽ ദർശനത്തിനെത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവുമെല്ലാം ഇപ്പോൾ വലിയ ചർച്ചയാകപ്പെടുന്ന ഒരു വേളയിലും ആ വിഷയം വളരെ വൈകാരികമായിട്ട് നമ്മുടെ ഭക്തജനങ്ങളെ സ്വാധീനിക്കുന്ന ഈ ഘട്ടത്തിലും അമിത്ഷാ ശബരിമലയിലേക്ക് എത്തുന്നത് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് കൂടി വേദിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂറിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളൊക്കെ ഹൈക്കോടതി 12-ാം തീയതിയിലേക്ക് വാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി ഈ പലരും, ഇതിനകത്ത് പെട്ടിട്ടുള്ള പലരും, അത് മുരാരി ബാബു ആണെങ്കിലും ശരി, പത്മകുമാർ ആണെങ്കിലും ബാസു ആണെങ്കിലും ഒക്കെ, ഇവരെല്ലാവരും, ഗോവർദ്ധനാണെങ്കിലും ഒക്കെ അവരുടെ ഹർജികളടക്കം, ജാമ്യ ഹർജികളടക്കം പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. പക്ഷേ യഥാർത്ഥ സ്കൾപ്റ്റേഴ്സ്, യഥാർത്ഥ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് എത്തേണ്ടതുണ്ട്. അവരാരാണെങ്കിലും ഒരിക്കലും മറനീക്കി പുറത്തു വരാതായി പോകുന്നതാണ് എല്ലാ അന്വേഷണങ്ങളുടെയും മുന ഓടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഇവിടെ പലരും രാഷ്ട്രീയപരമായിട്ട് ഈ ശബരിമലയെ സ്വാധീനിക്കും. നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസിന് ഇത്രത്തോളം നേട്ടം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്, ഒപ്പം തന്നെ BJPക്ക് നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ശബരിമല വലിയൊരു ഫാക്ടറാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ CPM-നകത്തുള്ള പല നേതാക്കളും, അത് ജില്ലാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല ജില്ലാ നേതാക്കളടക്കം ദിവസങ്ങളായിട്ട് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഇവർക്ക് പങ്കില്ല, അല്ലെങ്കിൽ CPM-ന് പങ്കില്ല എന്ന് പറയുവാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുവാൻ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അവർക്ക് ആ ട്രാക്കിലൂടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് BJPയും CPM-ഉം ഇപ്പൊ അതിനെ വലിയ വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരാൾ മാത്രമല്ല, എല്ലാവർക്കും പിന്നിലും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും വലിയ ക്രിമിനലുകൾ ഇതുപോലുള്ള നേതാക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു കയറുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവരവിടെ എത്തിക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിലുള്ള പാലങ്ങൾ പണിയുന്ന ഇതിനകത്ത് ചില മീഡിയേറ്റർമാരുണ്ട്. അവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ. അവരാണ് ഇതിനകത്ത് നിന്ന് ലാഭം കൊയ്യുന്നവർ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സോണിയാഗാന്ധിയെയും എത്തിച്ചത് ആരാണ്? സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതാരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പിന്നിൽ എത്തിച്ചവരെ മാത്രം പിടിച്ചാൽ മതി. അവരിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവരുടെ വായികളിൽ നിന്ന് വരുന്ന മൊഴികൾ മാത്രം മതി യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് കണ്ടെത്തുക. പക്ഷെ അതിലേക്ക് നമ്മുടെ അന്വേഷണം ഒരിക്കലും പോകില്ല എന്നുള്ളതാണ്. ആരാണ് എന്ന് പറഞ്ഞാൽ അവർ ആരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇങ്ങനൊരു അന്വേഷണം തന്നെ ഉണ്ടാവില്ല. യഥാർത്ഥ പ്രതികൾ എത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് വെളുത്ത കുപ്പായക്കാരോ ചുവന്ന കുപ്പായക്കാരോ ഒക്കെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന പോലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരോ ഉന്നത പദവിയിലിരിക്കുന്നവരോ ഒക്കെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുമ്പോൾ മാത്രമാണ് ആ പാർട്ടി, അത് ആരാണെങ്കിലും, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് നേടിയെടുക്കാൻ കഴിഞ്ഞത് ആദ്യം കോൺഗ്രസിനും രണ്ടാമത് BJPക്കുമാണ്. അയ്യപ്പനെ വിറ്റ് കാശാക്കുന്നു, അല്ലെങ്കിൽ അയ്യപ്പനെ വിട്ട് വോട്ടാക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു മന്ത്രം, ഒരു തന്ത്രം അതവർ ഉപയോഗപ്പെടുത്തി. ഇനിയും അത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനു വേണ്ടിയിട്ടാണ് മോദിയും അമിത്ഷായും കൂടി ശബരിമല സന്ദർശനത്തിന് എന്ന പേരിൽ ശബരിമലയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുടെ പേര് പറഞ്ഞ് ഈ ഭക്തജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടെ UDF-നും ഇടതുമുന്നണിക്കും ഒക്കെ പിന്നാലെയാണ് മിഷൻ കേരള എന്ന് പറയപ്പെടുന്ന പദ്ധതിയുമായിട്ട് BJPയും സജീവമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ കളത്തിലേക്ക് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് തന്നെ
15 സീറ്റുകളിൽ കടുത്ത പോരിന് വേണ്ടിയിട്ട് BJP തയ്യാറെടുക്കുകയാണ്. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഒരു തൂക്കുസഭ സ്വപ്നം കണ്ടു. ഒരു തൂക്കുസഭ സ്വപ്നം കണ്ടുകൊണ്ട് BJP നീക്കം നടത്തുന്നു, കറുത്ത കുതിരയാകുവാൻ വേണ്ടി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷം ആദ്യ ഘട്ടത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക അവർ പുറത്തിറക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമൊക്കെ ഈ BJP ഭാരവാഹികളുടെ യോഗം അത് ഓൺലൈനിൽ ചേരുന്നു. അതിനുശേഷം അതിൽ മിഷൻ കേരള അടക്കം ചർച്ചയാകുന്നു. 40 സീറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള BJP മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. അതിശക്തമായിട്ടുള്ള മത്സരത്തിന് 15 സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെ LDFനും UDFനും ഭൂരിപക്ഷം ലഭിക്കാത്ത വിധത്തിൽ അവരുടെ ഇടയിൽ ഒരു കറുത്ത കുതിരകളാകുക എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന മിഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ജയിക്കരുത്, പക്ഷെ ഞങ്ങളുടെ 40 സീറ്റുകളിൽ തട്ടിക്കൊണ്ട് വേണം ഒരു തൂക്ക് മന്ത്രിസഭ ഇവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ BJPയുടെ ഈ തന്ത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ അവിടെ അത് ത്രിപുരയിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ഒക്കെ പലവട്ടം അത് അവർ പ്രയോഗിച്ച് വിജയിച്ചതാണ്. ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുവാൻ അവർ ഒരു 2 വർഷ കാലാവധി നൽകും. അത് കഴിഞ്ഞാൽ ആ സർക്കാരിനെ തന്നെ പിരിച്ചുവിടും. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ തന്ത്രം തന്നെയാണ് കേരളത്തിൽ പയറ്റാൻ അവർ ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത്. ഇതേസമയം BJPയുടെ നേതാക്കളടക്കം പലരും അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതും അതുകൊണ്ടാണ്. നിയമമടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് മുരളീധരൻ ഒക്കെ അവരുടെ സീറ്റ് ഇപ്പോൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നു. അമിത്ഷാ ജനുവരി 11 കേരളത്തിലെത്താൻ പോവുകയാണ്. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുവാനാണ് BJPയുടെ തീരുമാനം. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറിയത് ആഘോഷമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അമിത്ഷായുടെ വരവിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുൻപേ തന്നെ അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അമിത്ഷാ ആയിരിക്കും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ BJP അംഗങ്ങളെ എല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അവരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യാൻ പോകുന്നു. അപ്പോൾ കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലടക്കം അല്ലെങ്കിൽ അവരടക്കം വലിയ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. അതിനകത്ത് വിജയിച്ചവരടക്കം BJPയുടെ ചുമതലകൾ നൽകിക്കൊണ്ട് ഓരോ ബൂത്തിന്റെ മാത്രമല്ല ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള ഓരോ വാർഡ് തലങ്ങളിൽ വിജയം കാണാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു വേദി ഉണ്ടാക്കി അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിനുള്ള വലിയ പദ്ധതികളാണ് അമിത്ഷാ അടക്കം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മോദിയെ ഒരു മുഖമാക്കി കാണിക്കുക, മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം അത് തന്നെയാണ് ഇപ്പോഴും ഈ വർഷവും ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലടക്കം ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മോദിയെ മുഖമാക്കി മാറ്റുന്നു. മോദിയെ ഉയർത്തിക്കാട്ടുള്ള പ്രചരണം തന്നെയാകും BJP നടത്താൻ പോകുന്നത്. മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലേക്ക് BJP എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വൈകാരികതയെ എങ്ങനെ നമുക്ക് BJPക്ക് അനുകൂലമാക്കുന്ന ഒരു ഘടകമാക്കി മാറ്റാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എത്താൻ പോകുന്നത്. ഇടതുമുന്നണിയൊക്കെ ഇപ്പോൾ പുതിയ പദ്ധതികളുമായിട്ട് ലക്ഷ്യമായിട്ട് മിഷൻ 110 എന്ന് പറയപ്പെടുന്ന ദൗത്യവുമായിട്ട് CPM മുന്നോട്ട് പോകുന്നു. ലക്ഷ്യ 2026 എന്ന് പറയപ്പെടുന്ന പദ്ധതിയിലൂടെ UDF 100-ലധികം സീറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടെയാണ് 40 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് മിഷൻ 40യുമായിട്ട് BJP കളം നിറഞ്ഞെത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ സീറ്റ് ടാർഗറ്റ് നിശ്ചയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗം കുറിച്ച് മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തുടങ്ങിയതോടെ സംസ്ഥാനത്ത് ഇലക്ഷന്റെ ഒരു വല്ലാത്ത ഒരു ഉത്സവ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് 3ാം തുടർ ഭരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ 110 അവതരിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നും 30 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF പിന്നിലായത് എന്നും ഭരണവിരുദ്ധ വികാരമല്ല സമയബന്ധിതമായിട്ടുള്ള നടപടികളിലൂടെ ഭരണം നിലനിർത്തുവാനുള്ള പദ്ധതികളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് എന്നും അത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ 110 സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള വലിയ പ്രഖ്യാപനം. അപ്പോൾ ആ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രചരണ മേൽനോട്ടത്തിന് ഉപസമിതി രൂപീകരിച്ചുകൊണ്ട് 50 ദിവസത്തെ ദൗത്യം മന്ത്രിമാർക്ക് വീതിച്ചു നൽകുന്ന ഒരു പദ്ധതി കൂടി CPM ആവിഷ്കരിച്ചിരിക്കുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വിലയിരുത്തലിൽ ഉറച്ച
വിജയ പ്രതീക്ഷയിലാണ് UDF എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് ചേർന്ന നേതൃ ക്യാമ്പിലാണ് അവർ ലക്ഷ്യ 2026 കോൺഗ്രസ് അവതരിപ്പിച്ചത്. UDFന് 100 സീറ്റുകളിലധികം നേടുവാനുള്ള മാർഗരേഖയാണ് അവർ അതിനകത്ത് ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് മാത്രം 70 സീറ്റിന് മുകളിലും ലക്ഷ്യമിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നിയമസഭയിൽ ഭൂരിപക്ഷം ലക്ഷ്യമല്ലെങ്കിലും തൂക്കുസഭാ പ്രതീക്ഷയുമായിട്ടാണ് ഒരു കറുത്ത കുതിരയാകുവാനുള്ള ശ്രമമാണ് BJP ഇതിനിടയിൽ നടത്തുന്നത് എന്നതാണ്. 40 സീറ്റ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 40യുമായിട്ട് അവർ എത്തുന്നത് BJP എന്ന് പറയപ്പെടുന്ന എത്തുന്ന കോൺഗ്രസിനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. മിഷൻ 40യുമായി സംസ്ഥാന BJP കളം നിറയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ശബരിമലയിലേക്ക് എത്തുന്നു എന്ന് പറയപ്പെടുന്നത് BJPയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അമിത്ഷാ ജനുവരി മാസം 11-ന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ മൂർച്ച കൂട്ടാനായിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. നിയമസഭയിലേക്ക് എത്തപ്പെടുമ്പോൾ മിഷൻ 40 എന്ന് പറയപ്പെടുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞാൽ ഒരു തൂക്കുസഭയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP നടന്നു തുടങ്ങുന്നു. BJP ആയുധമാക്കാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരുടെ കോൺഗ്രസ് കണക്ഷനുകളെയാണ്. അതാണ് BJP രാഷ്ട്രീയ ആയുധമാക്കാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനകത്ത് വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ പങ്ക് വിവരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടുള്ള യാത്രയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ശബരിമല ദർശനത്തിനെത്തുകയും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.